ലോക സിനിമയിലെ തന്നെ മികച്ച ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള മൂവി ജംഗിയിലെ ദ ഗോട്ടഡ് ക്യാരക്ടേഴ്സ് എന്ന വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോട്ടഡ് ക്യാരക്ടേഴ്സ് അതൊരു ഇംഗ്ലീഷ് വേർഡ് ആയതുകൊണ്ടാകാം അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഹീത്ത് ലെഡ്ജർ, ടോണി സ്റ്റാർക്ക്, വാൾട്ടർ വൈറ്റ്, ടിരിയൻ ലാനിസ്റ്റർ, വിറ്റോ കൊർലിയോണെ, ജാക്ക് സ്പാരോ ഒക്കെയാണ്. പിന്നെ കുറച്ച് തോട്ട് പ്രോസസ്സിലൂടെയൊക്കെ പോയ സമയത്ത് ഒന്ന് മലയാളീകരിച്ചപ്പോൾ ലോക സിനിമയിലെ അനശ്വര കഥാപാത്രങ്ങൾ എന്നാക്കിയപ്പോൾ മനസ്സിലോട്ട് വന്നത് മറ്റ് ചില കഥാപാത്രങ്ങളായിരുന്നു. കാഴ്ചയിലെ മാധവനും തന്മാത്രയിലെ രമേശനും ചതിയൻ ചന്തു, സത്യനാഥൻ, നാഗവല്ലിക്കായിരുന്നു അപ്പോൾ വന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവരെ പറ്റിയൊന്നുമല്ല, സേതുമാധവനെ പറ്റിയാണ്. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്, സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ച് തന്നു. ഇപ്പൊ മുഖത്ത് കണ്ടില്ലേ? ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ തന്നെ ഇത്രയും ക്രൂരമായി കൈകാര്യം ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. കിരീടം സിനിമയുടെ തുടക്കത്തിൽ SI ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന സേതുവിന് എല്ലാം ഉണ്ട്. കുടുംബം, കൂട്ടുകാർ, പ്രണയിച്ച പെണ്ണ് എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട്. അവിടെ നിന്ന് സേതുവിന് ഒന്നൊരിയാതെ എല്ലാം തന്നെ നഷ്ടമാകും. ആദ്യം പ്രണയിച്ച പെണ്ണ് നഷ്ടമാകുന്നു, പിന്നീട് കുടുംബം അദ്ദേഹത്തെ തള്ളി പറയുന്നു, സഹോദരി ഒരു ആയി മാറുന്നത് കാണേണ്ടി വരുന്നു, അച്ഛൻ അതിന് കൂട്ടുനിൽക്കുന്നതും കാണേണ്ടി വരുന്നു, അച്ഛന്റെ ആത്മഹത്യ കാണേണ്ടി വരുന്നു, ഒടുവിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടും. കിരീടം സിനിമ അനശ്വരമാകുന്നത് അതിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും കഥാപൂർണതയിലൂടെയുമാണ്. സേതു ഈ ഒരു കഥാപാത്രം ലോകത്ത് ഇത്രയും മനോഹരമാക്കാൻ വേറെ ആരെങ്കിലും കൊണ്ട് ആകുമോ എന്ന് സംശയം ഉളവാക്കും വിധമാണ് ലാലേട്ടന്റെ കിരീടത്തിലെ പെർഫോമൻസ്. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ അടിയും ഏറ്റുവാങ്ങി ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ എവിടെയും ഒരു നടനെ നമുക്ക് കാണാൻ തന്നെ സാധിക്കില്ല. ഉന്മാദത്തിലോട്ട് എത്തുന്ന സേതുവിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഉന്മാദവേളയിൽ ചില രോഗികൾ താടിയലുകൾ അനക്കുന്നതിനെ ഓർമ്മിപ്പിക്കും വിധം നമുക്ക് ലാലേട്ടനെ ഇതിൽ കാണാം. ഇതൊന്നും ബോധപൂർവമല്ല എന്നുള്ളിടത്താണ് ഈ കഥാപാത്രം അനശ്വരമായി മാറുന്നത്. അതുപോലെ തന്നെ സറ്റിലായിട്ടുള്ള എന്നാൽ നെഞ്ചുലയ്ക്കുന്ന അനേകം സീനുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാനാകും. പൊന്നമ്മ ചേച്ചിയോട് ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര അനായാസകരമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ അഭിനയിക്കുന്നത് എന്ന് തോന്നിപ്പോകും. സിനിമ പല പല ഭാഷയിൽ പല പല രൂപത്തിൽ മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ സേതുമാധവന് തുല്യം വയ്ക്കാൻ പോകുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഗോട്ടഡ് ക്യാരക്ടറായി സേതുമാധവൻ മാറുന്നത്. സേതുവിനെയും കിരീടത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ക്രിയേറ്റേഴ്സായ ലോഹിതദാസിനെയും സിബി മലയിലിനെയും പറ്റി പറയാതെ പൂർത്തിയാകുകയില്ല. ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്ത് തുടക്കകാലത്തിൽ എഴുതിയ സിനിമയായിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച തിരക്കഥകളിൽ ഒന്നാണ് കിരീടത്തിൻ്റെത്. അതിഭാവുകങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പച്ചയായ മനുഷ്യ ജീവിതം വരച്ചു കാട്ടുന്നതിൽ ഇവർ രണ്ടുപേരും അബോധപൂർവമായ വിജയം കണ്ടിട്ടുണ്ടെന്ന് പറയാം. ചെങ്കോലിലെ ഹോട്ടൽ സീനിൽ സഹോദരിയും അച്ഛനെയും കണ്ടു ഞെട്ടുന്ന സേതുവിന്റെ പുറകിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ലോഹിതദാസിനെ നമുക്ക് കാണാം. എല്ലാം തിരുത്തി ശരിയാക്കാമായിരുന്നിട്ട് കൂടിയും കാഴ്ചക്കാരനായി ഇരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സൃഷ്ടാവിനെ പോലെ ലോഹിതദാസും ചെറുവിരൽ അനക്കാതെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഡുവോളജിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും മലയാളികൾ തന്നെ തിരസ്കരിക്കുന്ന ഒരു സിനിമയായിട്ട് ചെങ്കോലിനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ ആർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിലൊരു ടെക്സ്റ്റ് ബുക്കായി കൺസിഡർ ചെയ്യാവുന്നതാണ് കിരീടവും ചെങ്കോലും എന്നൊരു സിനിമയായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പേഴ്സണലാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എങ്ങനെയാണ് സമൂഹം ഒരു മനുഷ്യനെ മാറ്റുന്നത് എന്നും ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു ചെറിയൊരു തീരുമാനം പോലും ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ള ആ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിനെയൊക്കെ കുറിച്ച് മനോഹരമായി കാണിക്കുന്ന രണ്ട് സിനിമകളാണ് കിരീടവും ചെങ്കോലും എന്ന് പറയുന്നത്. ഇനി എന്ത് അനുഭവിക്കാൻ രമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയാൻ എനിക്കും എൻ്റെ മക്കൾക്കും അറിയാം. കിരീടം കണ്ടവർക്ക് ചിലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ആ ഒരു കാറ് അവിടെ പാർക്ക് ചെയ്തില്ലായിരുന്നു എങ്കിൽ, അച്യുതൻ നായർക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പലർക്കും ചെങ്കോലിനോട് ഒരു അപ്രിയം തോന്നാനുള്ള കാരണം അച്യുതൻ നായർ എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു മോറൽ ഡിക്ലൈൻ ഒക്കെയാണ് കാരണമായി പറയുന്നത്. തിലകൻ തന്നെ ചെങ്കോൽ എന്ന സിനിമയുടെ ഡിസ്കഷൻ സമയത്ത് അച്യുതൻ നായർ ഒരിക്കലും അത്തരം രീതിയിൽ അധപതിച്ചു പോകില്ല എന്ന രീതിക്ക് സംസാരിച്ചതായി എവിടെയോ വായിച്ചിട്ടുണ്ട്. ശരിയാണോ എന്ന് അറിയത്തില്ല. ശരിയാണ്, കിരീടത്തിലെ അച്യുതൻ നായർ ഒരിക്കലും ആ ഒരു രീതിക്ക് തരം താരില്ല എന്നത് നമുക്കറിയാം. പക്ഷേ അതിനുശേഷം സേതു ജയിലിലായിരിക്കുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഒരു പരിധി വരെ
തൻ്റെ മകനായ സേതുമാധവന് ഉണ്ടായ ഈ ഒരു ട്രാജഡിക്ക് കാരണം അദ്ദേഹമാണെന്നുള്ള ഒരു കുറ്റബോധം ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മേ ബി ചെങ്കോൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ സേതുവും അച്യുതൻ നായരും മുഖത്തോട് മുഖത്ത് നേരെ ചൊവ്വേ നോക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മേ ബി ആ ഒരു കുറ്റബോധം ഉള്ളിലുള്ളതുകൊണ്ടാകാം. ചെങ്കോൽ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക മൂവി ജങ്കി. സോ അഡിയോസ് അമീഗോസ്.